ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ലൊരു മുട്ട ബജിയാണ്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ ഈ ഒരു മുട്ട ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ട പുഴുങ്ങി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതുപോലെ ഒരു മുട്ട 2 കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ മുട്ട ബജി ഉണ്ടാക്കുന്ന പോലെയല്ല, കുറച്ച് ഉരുളക്കിഴങ്ങിന്റെ ഒരു മസാല ചേർത്തിട്ട് അതിൽ മുട്ട വെച്ചിട്ട് പിന്നീട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു മുട്ട ബജിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടിട്ട് ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുക്കറിൽ 2 വിസിലൊന്ന് വേവിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അതിന്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചിട്ടെടുക്കാം. ഇപ്പൊ ഇതാ ഉരുളക്കിഴങ്ങൊക്കെ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചിട്ടെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ തന്നെ ചെറിയ ജീരകത്തിന്റെ പൊടി, പിന്നെ നമുക്ക് ഒരു ചെറിയ സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ ഞാൻ ഇതാ ഇവിടെ കുറച്ച് അരിഞ്ഞ മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേവിടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളും അതുപോലെ ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ. ഇപ്പൊ ഇതാ ഉരുളക്കിഴങ്ങിന്റെ ആ ഒരു മസാല റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു ബജി ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കടലപ്പൊടിയുടെ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അയമോദകമാണ്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടി, പിന്നെ ഈ ഒരു ബാറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് കലക്കിയെടുക്കാം. നമുക്ക് ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഇതാ കണ്ടില്ല, ഈ ഒരു ബാറ്ററിന്റെ കൺസിസ്റ്റൻസി ഇതുപോലെയാണ്. ഒരുപാട് അങ്ങോട്ട് വെള്ളമായി പോകരുത് കേട്ടോ. ഇപ്പൊ ഇതാ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങിന്റെ മസാല ഉണ്ടല്ലോ, അത് നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിട്ട് നമുക്ക് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഇതാ ഇതുപോലെ ഒന്ന് വേണം പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഉരുളക്കിഴങ്ങിന്റെ കൂട്ട് 4 ഭാഗത്തു നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് ആ മുട്ടയുടെ കഷ്ണത്തിന്റെ മേലേക്ക് ഈ ഉരുളക്കിഴങ്ങിന്റെ ആ ഒരു മസാല കോട്ടാവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇപ്പൊ എല്ലാം ഇതുപോലെ ഒന്ന് കവർ ആയിട്ട് വന്നാൽ 2 കൈ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഉരുട്ടിയിട്ട് ഒരു ഷേപ്പ് ആക്കി കൊടുക്കാം. ഇപ്പൊ ഇത് നമ്മൾ ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. ഇപ്പൊ നമ്മൾ ഇതാ ഇവിടെ ബാക്കിയുള്ള എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് ഉരുട്ടി നന്നായിട്ട് ഷേപ്പ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു കടലപ്പൊടിയുടെ മാവ് ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ എല്ലാ ഭാഗത്തും ആ മാവൊന്നും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തിട്ട് നല്ല ചൂടുള്ള എണ്ണയിൽ ഒന്ന് പൊരിച്ചിട്ടെടുക്കാം. ഇപ്പൊ ഇതുപോലെ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അപ്പൊ ഈ ബജി ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചാൽ മതിയേ. ഇപ്പൊ ഇതാ ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ ഇതാ ബജിയൊക്കെ നന്നായിട്ട് 2 സൈഡും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റി വെക്കാം. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പൊ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഞാനിതാ അവിടെ നടുവ് ഒന്ന് മുറിച്ചിട്ട് അതിന്റെ മേലെ കൂടെ കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട ബജിയാണ്. നമ്മൾ സാധാരണ മുട്ട ബജി ഉണ്ടാക്കുന്ന പോലെയല്ല, കുറച്ച് ഉരുളക്കിഴങ്ങിന്റെ ഒരു മസാലയൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.